ശരിക്കും ലോയി സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ എന്നാ ഒരു അഫ്കോഴ്സ് നമുക്ക് ആ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, എല്ലാവരും കല ഉള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ആസ് എ ന്യൂ കമർ ഇല്ല ചേച്ചി, ലോയി സാറിൻ്റെ കൂടെ ഒരു അത് ഏതൊരാക്കും ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം സാറിന്നില്ല എന്നുള്ളതാണ്. കാരണം അത് എൻ്റെ ജനറേഷൻ അല്ല, എനിക്ക് തൊട്ട് മുമ്പ് സിനിമയിൽ വന്ന ആൾക്കാരും ഞാൻ കഴിഞ്ഞിട്ട് വന്നവർക്കും ഉള്ളൊരു നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഉൾപ്പെടെ അല്ല എല്ലാവർക്കും, ഈവൻ ഇപ്പം അച്ഛനമ്മ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ സത്യം. അത് എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ കാര്യം, ഞാൻ ഈ ഒരു ഫാമിലി എന്നുള്ളതൊന്നും ഈ സിനിമയായിട്ടൊരു വന്നതിൽ സത്യം പറഞ്ഞ ഒരു കാരണമല്ല. കാരണം ലോസാനെ ഞാൻ ചക്രമുഖത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ആദ്യം കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, അതിനുശേഷം ഞാൻ കാണുന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ചെമ്പട്ടെന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ് സാർ ഫസ്റ്റ് എന്നെ വിളിക്കണത്. പക്ഷെ ആ പടം ഡ്രോപ്പായി. അത് കഴിഞ്ഞിട്ടാണ് നിവേദ്യം വരുന്നത്. അപ്പം എന്നോടൊന്ന് കാണാൻ പറഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് അതുവരെ എനിക്കിങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹം ഭയങ്കരമായിട്ട് കുട്ടിക്കാലം മുതലേ ഉണ്ട്. കുട്ടിക്കാലം മുതൽ ആക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാൻ സിനിമയിൽ വരുന്ന സമയം ഞാൻ ഒട്ടും ആഗ്രഹിച്ച സമയമല്ല. കാരണം കുറച്ച് കഴിയട്ടെ, കുറേ ഇങ്ങനെ ആലോചിച്ച് ഒന്നും അല്ല വേണ്ട, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയൊക്കെ സിനിമ നോക്കാം എന്നുള്ളൊരു സമയത്താണ് എനിക്ക് സിനിമയിലേക്ക് പെട്ടെന്നൊരു ചാട്ടം വന്നത്. അപ്പോൾ സാറിനെ കണ്ട് സാറിനോട് ഞാൻ ഫസ്റ്റ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്, അതിന് മുമ്പ് സാറിനെ പറ്റിയുള്ളൊരു ഔട്ട്ലൈൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് സാറ് ഈ ലുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും, സാറിൻ്റെ കഥാപാത്രമായിട്ട് ഭയങ്കരമായിട്ട് മെർജാവുന്ന ആൾക്കാരെ പെട്ടെന്ന് സാറ് സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സിനിമ നിവേദ്യം എന്നാണ്, നാടൻ കഥ, ഒരു വളരെ ഗ്രാമീണ കഥയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ മുണ്ടൊക്കെ കൊടുത്ത്, മുണ്ടുകൊടുക്കാൻ ഇഷ്ടമാണ്, ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജുബയൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെന്നത്. കാരണം ഫസ്റ്റ് എന്നെ കാണുന്നത് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ പറഞ്ഞ് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ അന്ന് ഒറ്റപ്പാലത്തെ പോയത്. അപ്പം ജസ്റ്റ് ഗുരുവായൂർ തൃശ്ശൂർ വഴിയല്ല, അപ്പം അമ്പലത്തിൽ ഒന്ന് കയറിയിട്ട് അങ്ങനെ പോവാം. അങ്ങനെ അവിടെ ചെന്ന് സാറ് ഉറങ്ങുമായിരുന്നു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് സാർ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ സാർ ആദ്യം കാണുന്നതും എൻ്റെ ഫോട്ടോസ് കണ്ടൊക്കെ ഞാൻ മറ്റേ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടുള്ള ഫോട്ടോസ്. അപ്പം സാർ പറഞ്ഞു, നീ കരുതിക്കുട്ടി തന്നെ ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു. അല്ല ഒന്നുമില്ല, മൊത്തത്തിൽ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് സാറിനോട് പറഞ്ഞത്.